ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുക: എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണം എന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. പൗലോസ്ലീഹ വളരെ സ്നേഹത്തോടെ തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും വേണ്ടി മകനെ നീ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. എല്ലാവർക്കും വേണ്ടി, ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും പ്രാർത്ഥന അത് ദൈവത്തിന് പ്രീതികരമായ ഒന്നാണ്. അത് നീ ചെയ്തേ പറ്റൂ എന്ന് പൗലോസ്ലീഹ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനഭാഗമാണ്. ദൈവത്തിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളൊരു പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എളുപ്പത്തിൽ ഉത്തരവും കിട്ടുകയാണ്. എളുപ്പത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ മറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വേദനിച്ച് തകർന്നു വീഴുന്ന ജീവിതങ്ങളെയൊക്കെ ഒന്ന് കൈപിടിച്ച് നമ്മൾ ഉയർത്തുന്ന ഒരു ശുശ്രൂഷ കൂടെയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ആരെങ്കിലുമൊക്കെ തളർന്നു പോകുമ്പോൾ പാപത്തിലേക്ക് വീഴുന്നവരാകാം, രോഗങ്ങൾ കൊണ്ട് തകർന്നു പോകുന്നവരാകാം, സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാകാം. ഏത് രീതിയിലാണെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടൊക്കെ തളരുന്ന മക്കളെ ഒന്ന് താങ്ങിപ്പിടിക്കാനുള്ള ഒരു ക്ഷണമാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ളവർക്കൊരു താങ്ങായിട്ട് മാറുക, ഒരു ആശ്വാസമായിട്ട് തീരുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ്. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ദൈവമേ ഒന്ന് അനുഗ്രഹിക്കണേ, ഇവരെ ഒന്ന് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു സെക്കൻഡ് നേരമെങ്കിലും നമുക്കുണ്ടെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുകാരായി കഴിഞ്ഞു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ ഒരു വിളി നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. സത്യത്തിൽ നമ്മുടെയൊക്കെ ഈ മനോഹരമായ ജീവിതത്തിൻ്റെ പുറകിൽ അനേകരുടെ പ്രാർത്ഥന പിൻബലമായി തീർന്നിട്ടുണ്ട്. സത്യമല്ലേ? എത്ര പേരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്? എത്ര വൈദികരുടെ, എത്ര സിസ്റ്റേഴ്സിൻ്റെ, എത്ര ആത്മായ സഹോദരങ്ങളുടെ, മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ, ജീവിത പങ്കാളി പ്രാർത്ഥിക്കാതിരിക്കുമോ? ഏത് ഊണിലും ഉറക്കത്തിലും ഒക്കെ പ്രാർത്ഥിക്കുകയല്ലേ? തീർച്ചയായും അനേകരുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ പിൻബലമായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ സഹായം വളരെ എളുപ്പത്തിൽ ലഭിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് തൻ്റെ മക്കൾ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് സമൃദ്ധിയിൽ തന്നെ അനുഗ്രഹങ്ങൾ കിട്ടും. അല്പാൽപ്പായിട്ടല്ല, സമൃദ്ധിയിൽ തന്നെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുക. ഞാൻ ഓർക്കുന്നു 1991 ആദ്യമായിട്ട് ധ്യാന അനുഭവത്തിലേക്ക് വന്നപ്പോൾ, ധ്യാനം കൂടാൻ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കുചേരാൻ വന്നപ്പോൾ 600ഓളം യുവജനങ്ങളുള്ള ധ്യാനമാണ്. അത്രയും ബോയ്സ് ആൻഡ് ഗേൾസ് ബോത്ത് അവർ എല്ലാവരും ഒരുമിച്ചുള്ള ധ്യാനത്തിൽ കുറേ അധികം പേര് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരും അസ്വസ്ഥരായവരും പാപങ്ങളിൽ ദുശീലങ്ങളിൽ കഴിയുന്നവരൊക്കെ കഴിയുന്ന അനേക ഗ്രൂപ്പിലുണ്ടായിരുന്നു, ധ്യാനിക്കുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത ആരും വഴക്ക് പറയുകയോ ശാസിക്കുകയോ നിശബ്ദത പാലിക്കാത്തപ്പം ഒച്ചയുണ്ടാക്കുകയോ ഒന്നും ഒരു സ്ട്രിക്ട്നെസ്സും ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അവർ വളരെ ഭംഗിയായിട്ട് ധ്യാനം ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. ആരാധനയുടെയൊക്കെ സമയത്ത് ആദ്യത്തെയൊക്കെ ദിവസത്തിൽ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പുറകിലൊക്കെ ഇരിക്കുന്ന ആൺകുട്ടികൾ വളരെ അസ്വസ്ഥതയൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കുന്നു, ആ ദിവസങ്ങളിൽ വിശ്രമ സമയങ്ങളിലൊക്കെ കാണാം, അവിടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ചാപ്പലിൽ ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു കുറച്ചധികം ലീഡേഴ്സ് മുട്ടയിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ചുള്ള കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന. ആദ്യമൊക്കെ ഞാൻ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു, എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണത്? ഇവർക്ക് ഒരു ബന്ധവുമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത, അല്പം പോലും പേരെന്താന്ന് പോലും അറിയത്തില്ല, അങ്ങനെയുള്ള ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എങ്ങനെ ഇവർക്ക് കഴിയുന്നു? അന്ന് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ആ ദിവസങ്ങളിൽ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ 600ഓളം യുവജനങ്ങൾ ധ്യാനം കഴിഞ്ഞിട്ട് ഇറങ്ങി. ആ ധ്യാനത്തിൽ നിന്ന് എത്രയധികം നേതാക്കന്മാരെയാണ് കർത്താവ് വാർത്തെടുത്തത്. എത്രയോ ശുശ്രൂഷകർ ഇന്നും ആ ഒരൊറ്റ ധ്യാനത്തിൻ്റെ ഫലം എന്ന രീതിയിൽ എത്രയോ അധികം ശുശ്രൂഷകരും എത്രയോ അധികം നേതാക്കന്മാരും ഇന്ന് ആ പ്രദേശത്തും വിദേശത്തൊക്കെ ആയിട്ട് ശുശ്രൂഷകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകരിപ്പോഴും ഫോണിലൂടെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. അനേകരുടെ മധ്യസ്ഥ പ്രാർത്ഥന, കണ്ണുനീരോടെയുള്ള നിലവിളിച്ചുള്ള പ്രാർത്ഥന, ദൈവമേ ഈ സഹോദരനെ
ഈ സഹോദരിയെ അനുഗ്രഹമാക്കി മാറ്റണേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ സഹായം എളുപ്പം ലഭിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. ഇത് ചിലർക്കൊക്കെ ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നുള്ളത് വിളിക്കുള്ളിലെ ഒരു വിളി പോലെയാണ്. വചനം പ്രഘോഷിക്കാനാകുകയില്ല, രോഗശാന്തി ശുശ്രൂഷ നടത്താനാകുകയില്ല, കൗൺസിലിംഗ് നടത്താനാകുകയില്ല, അതൊന്നും ആയിരിക്കുകയല്ല അവരുടെ വിളി. ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, മുട്ടയെ നിന്ന് കൈ വിരിച്ച് പിടിച്ച് ത്യാഗത്തോടെ ഉപവാസം എടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവരുടെ വിളി. ഈ വിളി കിട്ടുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ, ഈ വിളി സ്വന്തമാക്കാൻ കഴിയുന്നവർ എത്രയോ അധികം അനുഗ്രഹീതർ. ഒരിക്കലും ഈ വിളി കിട്ടിയവർ പുറകോട്ട് പിന്തിരിഞ്ഞ് പോകല്ലേ. സാമുവലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. അപ്പം മധ്യസ്ഥ പ്രാർത്ഥന നടത്താതിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുന്നു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞാൻ വചനത്തിന് വിപരീതമായി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പാപം ചെയ്യുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത് വലിയൊരു ആവേശമായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ വലിയ കൃപകൾ കർത്താവ് അതിലൂടെ നമുക്കും തരും. പ്രാർത്ഥിക്കുന്നവർക്കും അഭിഷേകമാണ്, പ്രാർത്ഥന സ്വീകരിക്കുന്നവർക്കും വലിയൊരു അഭിഷേകമാണ്. കർത്താവിൻ്റെ മുൻപിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിക്കണമെന്ന് നിറഞ്ഞ മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ചിലരൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവർ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം അവർ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ കുറവുകൾ അവർ ഏറ്റെടുത്തിട്ട് അതിനു വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില വൈദികർ കുമ്പസാരിപ്പിക്കുമ്പോൾ, വിശുദ്ധരായിട്ടൊക്കെയുള്ള വൈദികർ പറയുന്ന കേട്ടിട്ടുണ്ട്, കുമ്പസാരിപ്പിക്കുമ്പോൾ എത്ര വലിയ പാപങ്ങൾ എത്ര അധികം പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവർ പരിഹാരമായിട്ട് പറയും, 2 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയാൽ മതി, 2 സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിയാൽ മതി. അങ്ങനെ ചെറിയ പരിഹാരം പാപം ചെയ്ത വ്യക്തിക്ക്, ഏറ്റുപറഞ്ഞ വ്യക്തിയോട് പറഞ്ഞിട്ട് ബാക്കി പരിഹാരം മുഴുവൻ ഈ വന്യ വൈദികർ, വിശുദ്ധരായ വൈദികരൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. എത്രയോ വലിയൊരു കാര്യം. മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ സ്വയം ഏറ്റെടുത്തിട്ട് അതിന് പരിഹാരം നമ്മൾ ചെയ്യുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ എത്രയധികമായിട്ട് അനേകം ശുശ്രൂഷകരുടെ ജീവിതങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം ആവശ്യങ്ങൾ മറന്ന് സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ആത്മാക്കളെ നേടിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ അവരുടെ കുടുംബം പോലും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതും കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നതും സ്വർഗത്തിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് മധ്യസ്ഥ പ്രാർത്ഥന. സഹോദര, നിനക്ക് ആ വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ മറന്നേക്കല്ല്. സഹോദരി, നിനക്ക് ആ വിളി ഉണ്ടെങ്കിൽ ഒരിക്കലും നീ പിന്തിരിഞ്ഞ് പോയേക്കല്ല്. അധികമൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒറ്റ പ്രാവശ്യം ഈശോയെ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ, ഈശോയെ ഈ മകളെ നീ അനുഗ്രഹിക്കണം കേട്ടോ, മനസ്സിൽ പറയാൻ മേലേ. എത്ര പേര് നമ്മളോട് ഫോൺ വിളിച്ചിട്ട് പറയും ഒന്ന് പ്രാർത്ഥിക്കണേ, എത്ര പേര് കത്തെഴുതിയിട്ട് പറയും ഒന്ന് പ്രാർത്ഥിക്കാവോ, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന വിഷമങ്ങളുണ്ട്. അത് കേട്ടിട്ട് അന്നേരം തന്നെ മറക്കാതെ ആ സമയം തന്നെ ഒന്ന് അനുഗ്രഹിക്കുക ഈശോയെ, ഒന്ന് സഹായിക്കണം ഈശോയെ, ഒന്ന് ബലപ്പെടുത്തണം ഈശോയെ പറയാൻ പറ്റിയാലേ തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, ഇത് ഒരു വിളി തന്നെയാണ്. കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. കാരണം ഇത് കർത്താവിന് ഇഷ്ടമുള്ളൊരു പ്രാർത്ഥന രീതി ആയതുകൊണ്ട് ചിലരെ മാത്രം തിരഞ്ഞെടുത്ത് ആ ഒരു ദൗത്യം ഏൽപ്പിക്കും. ഇങ്ങനെ ദൗത്യം ഏൽപ്പിക്കുന്നത് അത് നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല, അത് കർത്താവ് നമ്മോടൊരു ഔദാര്യം കാണിക്കുകയാണ്. വിശുദ്ധ ബെർണഡിറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വളരെ ചെറിയ പ്രായത്തിൽ വലിയ രോഗിയായിരുന്നു. ഒരുപാട് രോഗങ്ങളൊക്കെ വിശുദ്ധ കുഞ്ഞുനാളിൽ സഹിച്ചിട്ടുണ്ട്. ആസ്മ രോഗം ഉണ്ടായിരുന്നു, കാലിൻ്റെ മുട്ടിന് ക്യാൻസർ പോലും ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അപ്പോൾ ഈ ബെർണഡിറ്റ് അങ്ങനെ രോഗിയായിരിക്കുന്ന സാഹചര്യത്തിൽ വ്രതവാഗ്ദാനത്തിനൊക്കെ ശേഷം മഠത്തിലെ സുപ്പീരിയർ എല്ലാവർക്കും ജോലികൾ വിഭജിച്ചു കൊടുക്കുകയാണ്. ഇന്നയാൾ ഇന്ന ജോലി ചെയ്യണം, ഇന്നയാൾ ഇന്ന കാര്യം ഏറ്റെടുക്കണം, അങ്ങനെ വിഭജിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബെർണഡിറ്റിന് മാത്രം കൊടുക്കാൻ ജോലിയൊന്നും കാണുന്നില്ല. കാരണം ആരോഗ്യമില്ലല്ലോ. ആരോഗ്യമില്ലാത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും വിഷമമാണ്. ഈ സമയത്ത് അഭിവന്ദ്യ പിതാവ് ബെർണഡിറ്റിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവൾക്ക് പ്രാർത്ഥന തന്നെയായിരിക്കട്ടെ ഇവളുടെ ജോലി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാത്രമായിരിക്കട്ടെ ഇവളുടെ ജോലി. ബെർണഡിറ്റിന് വലിയ സന്തോഷമായി. കാരണം എപ്പോഴും ഈശോയുടെ കൂടെ ഇരിക്കാമല്ലോ. അവൾ 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ ചാപ്പലിൽ സമയം കണ്ടെത്താൻ തുടങ്ങി. സുപ്പീരിയേഴ്സിന് എല്ലാവർക്കും വലിയ സന്തോഷമായി. ഒരുപാട് പ്രാർത്ഥിക്കാൻ, ഒരുപാട് ഈശോയോട് ചേർന്നിരിക്കാൻ, അനേകർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ
വലിയ വലിയ പ്രാർത്ഥനകളൊന്നും അല്ലെങ്കിലും ഈശോയെ മദ്യപിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം കേട്ടോ, ഈശോയെ പാപത്തിൽ കഴിയുന്ന എല്ലാവരെയും മോചിപ്പിക്കണം കേട്ടോ, ഈശോയെ നിന്നെ അറിയാത്ത മക്കൾക്ക് നിന്നെ കാണാൻ ഭാഗ്യം കൊടുക്കണം കേട്ടോ. അവൾക്ക് അവളുടേതായിട്ടുള്ള ഭാഷയിൽ ഒരുപാട് 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 പ്രാർത്ഥിക്കുമായിരുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ബെർണഡിറ്റ് തിരസ്കരിക്കപ്പെട്ടുവെങ്കിലും മറ്റുള്ളവർക്ക് കൊടുത്ത ജോലികളോ മറ്റുള്ളവർക്ക് കൊടുത്ത സ്ഥാനങ്ങളോ ഒന്നും ഈ സഹോദരിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും സ്വർഗം അവളെ തിരസ്കരിച്ചില്ല, സ്വർഗം അവളെ മാറ്റി നിർത്തിയില്ല, സ്വർഗം അവളെ വലിയ പ്രേക്ഷിതയാക്കി വിശുദ്ധയാക്കി ഉയർത്തുകയാണ് ചെയ്തത്. ഇന്ന് എത്ര പേരാ ബെർണഡിറ്റിനോട് പ്രാർത്ഥിക്കുന്നത്, എത്ര ആയിരങ്ങൾ ലക്ഷങ്ങളാണ് ഇന്ന് ലൂർദിൽ പോയിട്ട് ആ വലിയ ദൈവിക ഇടപെടലിന് സാക്ഷ്യം വഹിച്ചിട്ട് പോരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് സത്യത്തിൽ അതൊരു യുദ്ധം തന്നെയാണ്, ഒരു യുദ്ധം തന്നെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ഗിദയോൻ യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ കുറേയധികം സൈന്യത്തെ വിളിച്ചു കൂട്ടുകയാണ് ഗിദയോൻ. ആദ്യം ഒരു 32,000-ഓളം പേരെയൊക്കെ ഒരുക്കി നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അതിൽ നിന്ന് വെട്ടിച്ചുരുക്കി 10,000-ഓളം കുറയ്ക്കാൻ. അങ്ങനെ 10,000 പേരായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പിന്നെ പറഞ്ഞു ഇനിയും വെട്ടിച്ചുരുക്ക്, ഒരു 300 പേര് മതി, 300 പേര് മതി. വലിയ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വെറും 300 പേര് മതി കർത്താവ് പറയുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്, വാക്യമുണ്ട്, എന്താണെന്നറിയാവോ? നിങ്ങൾ ചിലപ്പം യുദ്ധം വിജയിച്ച് കഴിയുമ്പോൾ പറയും ഇത് സൈന്യത്തിൻ്റെ ബലം കൊണ്ടാണെന്ന് നിങ്ങൾ വീമ്പടിച്ചേക്കാൻ സാധ്യതയുണ്ട്. വചനം അങ്ങനെയാണ് പറയണത്. നിങ്ങൾ യുദ്ധം വിജയിച്ച് കഴിയുമ്പോൾ ഇത് സൈന്യത്തിൻ്റെ ബലം കൊണ്ടാണ് വിജയിച്ചതെന്ന് വീമ്പടിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ 300 പേര് പോയാൽ മതി. സൈന്യത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം, ശക്തി ദൈവത്തിൻ്റെ കൈകളിൽ നിന്നാണ്. ഇത് മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു യുദ്ധം തന്നെയാണ് നമ്മൾ ചെയ്യുക. എന്ത് യുദ്ധമാണ് അത്? ദൈവത്തിന് വേണ്ടി ദൈവജനത്തെ ശത്രുവിൻ്റെ കൈകളിൽ നിന്ന് നേടിയെടുക്കുന്ന യുദ്ധം. ശത്രുവിൻ്റെ പിടിയിലായിരിക്കുന്ന ദൈവജനത്തെ ശത്രുവിൻ്റെ കൈകളിൽ നിന്ന് നേടിയെടുക്കുന്ന ഒരു യുദ്ധം. എളുപ്പമല്ല കേട്ടോ, എളുപ്പമല്ല. യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ മുൻനിരയിൽ നിൽക്കണം. പുറകിൽ നിന്നിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? പറ്റുകയില്ല. സൈഡിൽ നിന്നിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? പറ്റുകയില്ല. നന്നായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ മുൻനിരയിൽ തന്നെ. മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോഴോ പരിക്കേൽക്കേണ്ടി വരും. നമുക്ക് ചിലപ്പം അപകടങ്ങളുണ്ടാകാം, എതിർ പാർട്ടിയിൽ നിന്നും നമുക്ക് അപകടങ്ങൾ നേരിട്ടേക്കാം. പക്ഷേ നമ്മൾ യുദ്ധത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു അധ്വാനമായതുകൊണ്ട്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രീതികരമായ ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് ഈ പ്രാർത്ഥനാ രീതിയിൽ യുദ്ധം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയാണ്. കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരികയാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സ്വരം കേൾക്കുകയാണ്. ഒരു പക്ഷേ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അത് ആ വ്യക്തിക്ക് അനുഗ്രഹത്തിന് തടസ്സമാകുകയല്ലേ? തീർച്ചയായിട്ടും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ഈശോ സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. ഓർക്കുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നവീകരണത്തിലേക്കൊക്കെ വന്നതിന് ശേഷം വീട്ടിൽ ഒരു കസിൻ ചുമ്മാ അവൻ ബോംബെക്ക് പോകാൻ ഒരുങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോയേക്കാം അങ്ങനെ ഓർത്തിട്ട് വീട്ടിലേക്ക് വന്നതാണ്. വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മമ്മിയോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് ബോംബെയിലേക്ക് ടിക്കറ്റൊക്കെ റെഡിയാണ്, പക്ഷെ പോകാൻ പറ്റുമോ അറിയത്തില്ല. കാല് എന്തോ ഒരു ചെറിയ അപകടത്തിൽ പെട്ടിട്ട് നല്ല നീരുണ്ട്, വേദനയുണ്ട്, നടക്കാൻ പറ്റുകയില്ല. എന്ത് ചെയ്താൽ നടക്കാൻ പറ്റുകയില്ല, വലിച്ചാൽ നടക്കുക. അപ്പോൾ ഇവൻ ഇങ്ങനെ നടക്കുമ്പം ഒരു പ്രശ്നമുള്ള പോലെ തോന്നിയായിരുന്നു. വലിയ വേദനയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് സുഖമായാലേ ഞാൻ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും, ഇങ്ങനെയാണ് അവൻ പറഞ്ഞത്. അപ്പം അത് പറഞ്ഞിട്ട് പിന്നെയും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നാട്ടുവിശേഷവും വീട്ടുവിശേഷമൊക്കെ പറയാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ ഇവന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഉടനെ ഞാൻ പറഞ്ഞു, അയ്യോ മമ്മി എനിക്കറിയത്തില്ല, ഇനി എങ്ങാനും പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലേ, ഇവൻ നാട് മുഴുവൻ പറയും അവളുടെ ചുമ്മാ തട്ടിപ്പാ, ഒരു കാര്യമില്ലെന്ന്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ മമ്മി പക്ഷെ നിർബന്ധമായിട്ട് നീ പ്രാർത്ഥിച്ചേ പറ്റൂ, ഇഷ്ടമില്ലെങ്കിലും നല്ല മനസ്സില്ലെങ്കിലും അനുസരണത്തിൻ്റെ പേരിൽ മാത്രം ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവൻ അങ്ങ് ഇരുന്നൊക്കെ തന്നു കേട്ടോ, പാവം, നല്ല നിഷ്കളങ്കനായിരുന്നു. എനിക്ക് എൻ്റെ മുൻവിധിയായിരുന്നു. ഞാൻ ഓർക്കുന്നു മമ്മിയും കൂടെ കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ വേഗം അവിടുന്ന് സ്ഥലം വിട്ടു, വേറെ കാര്യങ്ങൾക്ക് പോയി. കാരണം ഇനിയിപ്പോൾ ബാക്കിയുള്ള റിമാർക്സ് കേൾക്കണ്ടെന്ന് ഓർത്തിട്ട് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്കെ ചിരി കളിയൊക്കെ വീട്ടിൽ നിന്ന് കേട്ടു. ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ ഇവൻ പറയാ, എൻ്റെ കാല് കംപ്ലീറ്റ് സുഖമായി, നീര് പോയി, വേദനയും പോയി, എനിക്ക് ടിക്കറ്റ് ക്യാൻസലാക്കേണ്ട കാര്യമില്ല, ഞാൻ തിരിച്ച് പോവുകയാണ് ബോംബെക്ക്. ഞാൻ ഓർക്കുന്നു പ്രിയമുള്ളവരെ, നമ്മളിലൂടെയാണ് ഒരു പക്ഷേ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു കൊച്ചു പ്രാർത്ഥന
അത് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാവും. പ്രാർത്ഥിക്കാൻ മടി കാണിക്കല്ലേ എന്ന് നമ്മളെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയ പ്രാർത്ഥനകളാവും. ഒരു പക്ഷേ കരുണക്കൊന്ത ചൊല്ലിയിട്ടാണോ പ്രാർത്ഥിക്കണത്? ആ കരുണക്കൊന്തയിൽ ഓരോ രഹസ്യത്തിലും ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഒരു പക്ഷേ ഉപവാസം എടുക്കുന്നത് ചില ആൾക്കാർക്ക് വേണ്ടി കാഴ്ചവെക്കാലോ. ഒരു പക്ഷേ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കണത് ഇന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി കാഴ്ചവെക്കാലോ. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എത്രയധികം കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇനി വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ ഒരു ഉണർവ് തോന്നുന്നില്ല. മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയത്തില്ലേ? ഉള്ളിൻ്റെ ഉള്ളിലുള്ള ദിവ്യ കാരുണ്യ ഈശോയെ ഓർത്തിട്ട് എത്ര പ്രാവശ്യം നമുക്ക് പറയാം? 100 പ്രാവശ്യമോ 200 പ്രാവശ്യം. ഇതിങ്ങനെ ചെറിയ സ്വരത്തിൽ, നമ്മുടെ ശ്രദ്ധ പോകാതിരിക്കാൻ ചെറിയ സ്വരത്തിൽ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോരുത്തർക്ക് വേണ്ടി ഇങ്ങനെ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ആരാധിക്കാൻ മറക്കുന്നവരും ദൈവത്തിലെ വിശ്വാസം അർപ്പിക്കാൻ മടി കാണിക്കുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ, നമ്മൾ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അവരും അനുഗ്രഹിക്കപ്പെടുന്നു, നമ്മളും അനുഗ്രഹിക്കപ്പെടുകയാണ്. തിന്മയുടെ എല്ലാ ശക്തികളെയും നമ്മൾ തോൽപ്പിക്കുകയാണ് ചെയ്യുക. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. വിശുദ്ധ ഫൗസ്റ്റീന അവരുടെ സഭയിൽ എല്ലാ ആദ്യ വ്യാഴാഴ്ചകളിലും ജാഗരണ പ്രാർത്ഥനയുണ്ട്. രാത്രി മുഴുവൻ ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു രീതി അന്ന് കാലങ്ങൾക്ക് മുമ്പേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആദ്യ വ്യാഴാഴ്ച ദിവസം ഫൗസ്റ്റീന പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. രാത്രി 11 മണി തൊട്ട് 1 മണി വരെയുള്ള സമയം വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിയോഗം ഇങ്ങനെയായിരുന്നു: ദൈവത്തിൻ്റെ കരുണയൊന്നും എനിക്കൊരിക്കലും ലഭിക്കുകയില്ല. അങ്ങനെ ചിന്തിച്ച് വിഷമിച്ച ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഫൗസ്റ്റീന പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, നിൻ്റെ കരുണ അനുഭവിച്ചറിയാൻ ഈ മകനെ യോഗ്യനാക്കണേ, അങ്ങനെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണേ. ഇങ്ങനെ പറഞ്ഞ് ഫൗസ്റ്റീന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിയോടുകൂടി, രാത്രി 1 മണിയോട് കൂടിയിട്ട് പ്രാർത്ഥന അവസാനിച്ചപ്പം ഈശോ വന്നിട്ട് ഫൗസ്റ്റീനയോട് പറഞ്ഞു: ഫൗസ്റ്റീന, എല്ലാ പ്രാർത്ഥനകളെക്കാളും എനിക്ക് ഇന്ന് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന വലിയ ഇഷ്ടമായി, എനിക്ക് വലിയ സന്തോഷമായി. കരുണ സ്വീകരിക്കാൻ പറ്റാത്ത നിരാശപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയല്ലേ നീ പ്രാർത്ഥിച്ചത്? സന്തോഷമായി. ഈശോ അങ്ങനെ അഭിപ്രായപ്പെട്ടത്. പ്രാർത്ഥന കഴിഞ്ഞ് ഈശോയോടൊക്കെ സംസാരിച്ച് ഫൗസ്റ്റീന മുറിയിലേക്ക് വിശ്രമിക്കാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ കറുത്ത പട്ടികളുടെ രൂപത്തിൽ കുറേ പിശാചുകൾ അടുത്ത് വന്നിട്ട് ഫൗസ്റ്റീനയെ ഇങ്ങനെ കടിച്ചു കീറാൻ തുടങ്ങുകയാണ്, വല്ലാതെ ആക്രമിക്കുകയാണ്. ഫൗസ്റ്റീന വളരെ സ്ട്രോങ് ആയിരുന്നു, ഇതൊന്നും കണ്ട് പേടിച്ചില്ല. പിശാചുകളിൽ ഒരെണ്ണം ഫൗസ്റ്റീനയോട് ഇങ്ങനെ പറഞ്ഞു: ഫൗസ്റ്റീന, ഇന്ന് നിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കടിച്ചു കീറും, കാരണം ഞങ്ങൾക്ക് വലിയ വിഷമം തോന്നിയ ദിവസമായിരുന്നു. അപ്പോൾ ഫൗസ്റ്റീന എന്നാ കാര്യം എന്നാ? ഉടനെ പറഞ്ഞു: നീ ഞങ്ങളുടെ കൈകളിൽ നിന്ന് അനേകം ആത്മാക്കളെ ഈ രാത്രിയിൽ തട്ടിയെടുത്തു, ഞങ്ങൾ എന്താണേലും നിന്നെ കടിച്ചു കീറാൻ പോവാൻ. ഫൗസ്റ്റീന എന്നാ പറഞ്ഞെന്നറിയാവോ? ഫൗസ്റ്റീന പറഞ്ഞു: അങ്ങനെയാണ് ദൈവഹിതമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങൾക്ക് എന്നെ കടിച്ചു കീറാൻ തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ന്യായവും യുക്തമാണ്, ഞാൻ അതിന് അർഹയാണ്, കാരണം ഞാൻ ഏറ്റവും വലിയ പാപിയാണ്. എന്നാൽ എൻ്റെ കർത്താവ് പരമപരിശുദ്ധനാണ്, എൻ്റെ കർത്താവ് ഏറ്റവും വലിയവനാണ്. ഈ പരിശുദ്ധനാണ്, കർത്താവ് വലിയവനാണെന്ന് പറഞ്ഞു കേട്ടതേ എല്ലാ പിശാചുകളും ഇട്ടിട്ട് പോയി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, തകർന്നുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്ക് വലിയ പ്രേരണ തരികയാണ്, വലിയൊരു ഒരു ക്ഷണം തരികയാണ്. മോശ മധ്യസ്ഥ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഹറോനും ഹൂറും 2 പേര് കൈകൾ ഉയർത്തിപ്പിടിക്കാൻ സഹായിച്ചില്ലേ? 2 പേരും ഇടത്തും വലത്തും നിന്നിട്ട് കൈകൾ ഉയർത്തിപ്പിടിക്കാൻ സഹായിച്ചു. എന്ന പോലെ മറ്റൊരു അഹറോനാകാൻ, മറ്റൊരു ഹൂറാകാൻ നിനക്ക് കഴിയുമോ? എങ്കിൽ നിൻ്റെ ജീവിതം എത്രയോ അനുഗ്രഹീതം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചതിനൊക്കെ ഉത്തരം കിട്ടണമെന്ന് വാശി പിടിച്ചേക്കല്ല്. ഞാൻ പ്രാർത്ഥിച്ചതിനൊക്കെ ഉത്തരം കിട്ടിക്കോണം, ഇപ്പം ഞാൻ എൻ്റെ മകന് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഫുൾ A+ കിട്ടിക്കോണം, അങ്ങനെ പറഞ്ഞേക്കല്ല്, അങ്ങനെ വാശി പിടിച്ചേക്കല്ല്. പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ കടമ, ഉത്തരം തരിക എന്നുള്ളത് കർത്താവിൻ്റെ കാര്യമാണ്. കർത്താവിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ കർത്താവ് അതിന് ഉത്തരം തരട്ടെ. പ്രയോജനമില്ലാത്ത ദാസൻ, അങ്ങനെ പറയാവുള്ളൂ. ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ മിടുക്കുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നടന്നു, അങ്ങനെയല്ല, അങ്ങനെ പറയാനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുന്ന, തകർന്നു പോകുന്ന അനേകം ജീവിതങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കർത്താവേ എനിക്ക് ഭാഗ്യം തരണേന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു വിളി കിട്ടിയാൽ അല്പം പോലും പുറകോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയല്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യം, ഒരു പേപ്പറൊക്കെ എടുത്തിട്ട്
എല്ലാവരുടെയും പേരുകൾ എഴുതി വയ്ക്കും. ഓർമ്മയിലേക്ക് വരുന്ന എല്ലാവരുടെയും പേര്, അതിൽ ചിലപ്പോൾ മാർപ്പാപ്പയുടെ പേരുണ്ടാവും, മെത്രാന്മാരുടെ പേരുണ്ടാവും, വൈദികരുടെ പേരുണ്ടാവും, സിസ്റ്റേഴ്സിൻ്റെ ഉണ്ടാവും, അൽമായ സഹോദരങ്ങളുടെ ഉണ്ടാവും, വീട്ടിലുള്ള എല്ലാവരുടെയും കാണും, നാട്ടിലുള്ളവരുടെയും കാണും. പേരുകൾ എഴുതിയിട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് മറക്കാതിരിക്കാൻ പേര് എഴുതി വെക്കണത്, ആ ലിസ്റ്റ് നമ്മുടെ പ്രയർ ബുക്കിലൊക്കെ വെക്കണത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവേ, ഇന്ന വ്യക്തിയെ അനുഗ്രഹിക്കണം കേട്ടോ, എവിടെയാണെന്ന് അറിയത്തില്ല, ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന് അറിയത്തില്ല, നീ അനുഗ്രഹിക്കണം കേട്ടോ ഈശോയെ, നീ അവരെ സഹായിക്കണം കേട്ടോ ഈശോയെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലും വരദാനങ്ങൾ നിറയുകയാണ്, നമ്മളിലും കൃപകൾ നിറയുകയാണ്. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു അൽമായ സുഹൃത്തിനെ പരിചയപ്പെടാനിടയായി. ഒരുപാട് വരദാനങ്ങളുള്ള ഒരു സഹോദരനാണ്, ഒത്തിരി അഭിഷേകമുള്ള ഒരു മകനാണ്, ഈ കൊച്ചു പയ്യനാണ്, അത്രയധികം പ്രായമൊന്നുമില്ല. ഈ സഹോദരൻ എന്നോട് പറയായിരുന്നു, സിസ്റ്ററെ, കുഞ്ഞു നാൾ മുതലേ എന്നും സെമിത്തേരി സന്ദർശിക്കും, എന്നും സെമിത്തേരി പോവും, എന്നും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതൊരു ശൈലിയാണ്, ഇന്നും അത് തുടരുന്നു. ഇന്ന് ശുദ്ധീകരണാത്മാക്കൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധമാണ്. ഒരു ദിവസം പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുടങ്ങിയിട്ടില്ല. സെമിത്തേരി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മറക്കാറില്ല. അത് ഈശോ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു തരും. എത്രയോ പേരുടെ ജീവിതശൈലി അത്, എത്രയോ പേരുടെ ജീവിതശൈലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മളോട് പ്രാർത്ഥന ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, പ്രാർത്ഥിക്കാൻ ആരോരും ഇല്ലാത്ത എത്രയോ പേര്, ഒരിക്കൽ പോലും ഒരു പേര് പോലും ഓർക്കാത്ത എത്രയോ പേര്, മരിച്ചിട്ട് ഒരു ബലി പോലും അവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടാത്ത എത്രയോ പേര്, നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയോ സഹോദരങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, രോഗികളായി കഴിയുന്നു, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കഴിയുന്നു, വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറയുന്നു. എത്രയോ തകർന്ന ജീവിതങ്ങൾ, അവരെ ഓർത്ത് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് എത്രയോ വിശേഷപ്പെട്ട ഒരു വിളി, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിളി. പൗലോസ്ലീഹായുടെ വാക്കുകൾ, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്ക് വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യവും അത്രേ. കർത്താവ് ഏറ്റവും അധികം സ്വീകരിക്കുന്ന ഈ പ്രാർത്ഥനാ രീതി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഒരല്പസമയമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ തരണേന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ത്യാഗം ചെയ്തും വില കൊടുത്തും ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ ഒരനുഗ്രഹത്തിനായി നമുക്ക് യാചിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ നിരതരാകാം. കർത്താവേ, എത്രയോ നാളുകൾക്ക് മുൻപേ നീ ഞങ്ങൾക്ക് ഈ വലിയ പ്രേരണ തന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എത്രയോ വലിയൊരു ശ്രേഷ്ഠമായ വിളി അങ്ങ് ഞങ്ങൾക്കായി തന്നു. എത്രയോ നല്ലൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. മറന്നുപോയി കർത്താവേ. സ്വന്തം ജീവിതത്തിൻ്റെ വ്യഗ്രതയിലും അധ്വാനങ്ങൾക്കൊക്കെ ഇടയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മനസ്സലിവോടെ അവരെ നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താൻ മറന്നുപോയി കർത്താവേ. ഈ സമയം എല്ലാ സഹോദരങ്ങളെയും മനസ്സലിവോടെ കാണാൻ, സ്നേഹത്തോടെ അവരെ സ്വീകരിക്കാൻ, സ്വന്തം എന്നതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അനുഗ്രഹിക്കണം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിൽ വളരാൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.